നമസ്കാരം. ഇറാൻ യുദ്ധത്തിൽ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഇറാനെതിരായ സൈനിക ആക്രമണങ്ങൾക്ക് 5 ദിവസത്തെ ഇടവേള പ്രഖ്യാപിച്ച് ട്രംപ് രംഗത്തെത്തി എന്നതാണത്. ലോകത്തിനാകെ ആശ്വാസമുണ്ടാക്കുന്ന ഒരു ട്വിസ്റ്റ്. കഴിഞ്ഞ ദിവസമാണ് ട്രംപ് 48 മണിക്കൂർ അന്ത്യശാസന സമയം ഇറാന് നൽകിയത് ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ. അത് തുറക്കാൻ അന്ത്യശാസനം പുറപ്പെടുവിച്ച ഭീഷണി സ്വരത്തിൽ പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഇറാൻ നാനാവിധത്തിലുള്ള പ്രതികരണങ്ങളും നടത്തി. അവർ ഏത് വില കൊടുത്തും എന്ത് വില കൊടുത്തും എങ്ങനെയും തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തി. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മളത് വിശദീകരിച്ച് പറയുകയും ചെയ്തതാണ്. ഇപ്പോൾ ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ ട്രൂത്ത് പോസ്റ്റിലൂടെ ആണ് അപ്രതീക്ഷിതമായി പ്രഖ്യാപനം. ആ ഭീഷണി അവിടെ നിലനിൽക്കുമ്പോൾ അതിന് കുറച്ച് 5 ദിവസത്തെ സമയം അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം പുറത്തു വന്നത്. മാത്രമല്ല, ആ പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2 രാജ്യങ്ങളും തമ്മിൽ നിർണായകമായ ചർച്ചകൾ നടന്നു എന്നതാണ്. US-ഉം ഇറാനുമായി കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഫലപ്രദമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് ട്രംപ് പറയുന്നു. ചർച്ചകളുടെ ഫലമായി ഇറാനിലെ ഊർജ്ജ സംരക്ഷണ പ്ലാന്റുകൾക്കും മറ്റും എതിരെ നടത്തുന്ന എല്ലാ സൈനിക നടപടികളും 5 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ പ്രതിരോധ വകുപ്പിനോട് നിർദ്ദേശിച്ചു എന്നാണ് ട്രംപ് കുറിക്കുന്നത്. ഈ സാഹചര്യം ഈ ആഴ്ച മുഴുവൻ ചർച്ച തുടരുമെന്ന പ്രഖ്യാപനം കൂടി പ്രധാനമാണ്. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിജയത്തിന് വിധേയമായിട്ടേ തുടർ നടപടികൾ ഉണ്ടാകൂ എന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ ട്രംപിൻ്റെ നിലപാട് പ്രഖ്യാപനത്തിൻ്റെ ഇടയിൽ നമുക്ക് ഉയരുന്ന ഒരു ആകാംക്ഷ, ചിലപ്പോൾ ആശങ്ക എന്ന് തന്നെ പറയാൻ ഇടയുണ്ടാക്കുന്ന ഒരു ആകാംക്ഷ, നെതന്യാഹുവിൻ്റെയും ഇസ്രായേലിൻ്റെയും നിലപാട് എന്താണ് എന്നതാണ്. ഈ ചർച്ചയിൽ ഇസ്രായേലും നെതന്യാഹുവും പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ യുദ്ധം ആരംഭിച്ചത് ഇസ്രായേലാണ്, US-ൻ്റെ പിന്തുണയോടെ ആണ് എന്നത് മാത്രം. പക്ഷേ US-ൻ്റെ തലയിലായി US അതിൽ നിന്ന് കൈകഴുകാൻ പെടാപ്പാട് പെടുന്ന ഘട്ടത്തിലായിരുന്നു. ഒടുവിൽ ചർച്ചകൾ നടന്നു എന്നും 5 ദിവസത്തേക്കെങ്കിലും ആശ്വാസം ഉണ്ടാക്കുന്ന വാർത്തകൾ വരുന്നു എന്നുമാണ് നമ്മുടെ മുമ്പിലുള്ള ഒടുവിലത്തെ സ്ഥിതി. ഇറാനെതിരായ ട്രംപിൻ്റെ അന്ത്യശാസനത്തിൻ്റെ സമയപരിധി തീരാറായപ്പോഴാണ് അപ്രതീക്ഷിതമായി ട്രംപ് തന്നെ യുദ്ധത്തിന് ഇടവേള അല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തിന് ഇടവേള പ്രഖ്യാപിച്ചത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ 48 മണിക്കൂർ സമയം നൽകിയ ഭീഷണിക്ക് പിന്നാലെയാണ് ഇറാൻ സർവ്വശക്തിയുമെടുത്ത് പ്രതികരിച്ചത്. ഇറാൻ തീരത്തെയോ ദ്വീപുകളെയോ ആക്രമിച്ചാൽ പേർഷ്യൻ ഗൾഫിലെ എല്ലാ ആശയവിനിമയ മാർഗങ്ങളെയും തകർക്കും എന്ന് ഇറാൻ നാഷണൽ ഡിഫൻസ് കൗൺസിലും മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ നടപടികൾക്ക് US നിന്നുകൊടുക്കുകയും ആഭ്യന്തരമായി വലിയ സാമ്പത്തിക പ്രതിസന്ധി അടക്കം നേരിടുമ്പോൾ മറ്റൊരു പരമാധികാര രാഷ്ട്രത്തിന് മേൽ കുതിര കയറി വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുകയും ചെയ്യുന്നതിനെതിരെ US-ൽ തന്നെ എതിർപ്പ് വരുന്നുണ്ടായിരുന്നു. ട്രംപിൻ്റെ നീക്കങ്ങൾ ദീർഘവീക്ഷണത്തോടെയുള്ളതല്ല എന്നും US-നെ പ്രതിസന്ധിയിലാക്കുന്നതാണ് എന്നും വിലയിരുത്തപ്പെട്ടു. രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിലെ ട്രംപിൻ്റെ വിശ്വസ്തരായ ആളുകൾ തന്നെ ഇക്കാര്യം പരസ്യമായി പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. ട്രംപുമായി ബന്ധം അറ്റുപോയ ആളുകൾ പോലും ഉണ്ട്. എന്നാൽ US പിന്മാറാതിരിക്കാൻ നെതന്യാഹുവും ഇസ്രായേലും യുദ്ധം നിർത്താനുള്ള നീക്കങ്ങൾക്ക് അപ്പോൾ തുരങ്കം വെച്ചുകൊണ്ടേയിരുന്നു. അവരുടേതായ ആക്രമണങ്ങൾ നടത്തി. അസാധാരണമായി പ്രകോപനമില്ലാതെ തുടർച്ചയായി ഇറാനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രത്തെ ഇറാൻ തിരിച്ചാക്രമിച്ചതോടെ നെതന്യാഹുവും കുലുങ്ങി. അങ്ങനെയാണ് ഡീഗോ ഗാർഷ്യ ചൂണ്ടിക്കാണിച്ച് അവിടത്തേക്ക് ഇറാൻ ആക്രമണം നടത്തിയെന്നത് ചൂണ്ടിക്കാണിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സഹായം തേടിയത് നെതന്യാഹു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ തങ്ങളെ ആക്രമിക്കുന്നവരോട് മാത്രമേ ഇറാന് ശത്രുതയുള്ളൂ എന്നും ഇറാൻ തന്നെ വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്. അത് ഹോർമൂസ് ചൂണ്ടിക്കാണിച്ചിട്ടാണ്. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ യുദ്ധത്തിൽ അണിനിരക്കില്ല എന്ന് വ്യക്തമാണ്. US ഇസ്രായേലിൻ്റെ കുരുക്കിൽപ്പെട്ട് വലയുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തെ മറികടക്കാൻ ട്രംപിന് മുന്നിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയല്ലാത്ത മാർഗമില്ല. അതുകൊണ്ടാണ് ഒടുവിൽ ചർച്ചകൾ നടത്തിയതും താൽക്കാലിക ആശ്വാസമുണ്ടാക്കുന്ന തീരുമാനം 5 ദിവസത്തേക്ക് ഉള്ള തീരുമാനം വന്നതും. ഈ വെളിപ്പെടുത്തൽ നിർണായകമാണ്, ലോകത്തിനാകെ ആശ്വാസദായകമാണ്. ഇതേസമയം ഇസ്രായേലും നെതന്യാഹുവും അറിഞ്ഞുള്ള ചർച്ചയാണോ എന്നതാണ് അടുത്ത ആശങ്ക. ട്രംപും US-ഉം അതീവ രഹസ്യമായി ഇറാൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തി എന്നാണ് ഇപ്പോൾ വരുന്ന വിലയിരുത്തലുകൾ, റിപ്പോർട്ടുകൾ. ട്രംപിൻ്റെ തീരുമാനം നെതന്യാഹുവിന് കനത്ത തിരിച്ചടിയാണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളെ അണിനിരത്താനും കനത്ത തിരിച്ചടിക്ക് US-നെ പ്രേരിപ്പിക്കാനും ഉള്ള പദ്ധതികളിലായിരുന്നു ഇസ്രായേൽ. അതിനിടയിൽ ഇമാതിരി ഒരു ചർച്ചാ നീക്കം കനത്ത ആഘാതമേൽപ്പിക്കും ഇസ്രായേലിന്. എന്തായാലും ട്രംപിന് മുന്നിൽ മറ്റു വഴികളില്ല. യുദ്ധം നിർത്തുക എന്നതിനപ്പുറത്ത് ഇനി ഇറാൻ യുദ്ധത്തിൽ മുന്നോട്ട് പോക്ക് അസാധ്യവുമാണ്. അതുകൊണ്ട് താൽക്കാലികമായ ഈ തീരുമാനത്തിന് ശേഷം ഗുണകരമായ മറ്റൊരു തീരുമാനം വരും എന്നത് നമുക്ക് ഒരു പ്രതീക്ഷ ആയി ബാക്കി വെക്കാം. ഇറാൻ വിശുദ്ധ മാസത്തിന് ശേഷം കനത്ത തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് സമീപകാലത്ത് കിട്ടിയ ഏറ്റവും വലിയ ആഘാതമാണ് അവരുടെ ആണവ കേന്ദ്രത്തിലുണ്ടായ ആക്രമണം. മാത്രമല്ല, ഏറ്റവും വലിയ
നാണക്കേടായത് ഇറാൻ്റെ പരമോന്നത നേതാവിനെ കൊല്ലും എന്ന് പറഞ്ഞ് നടത്തിയ വെല്ലുവിളിയാണ്. അയത്തുള്ള അലി ഖൊമേനിയെ വധത്തിന് വിധേയമാക്കപ്പെട്ടതിന് ശേഷം മൊജ്തബ ഖൊമേനി വന്നു. അതായത് ഇനി ആര് വന്നാലും അവരെ കൊല്ലും, ഇറാൻ്റെ പരമോന്നത നേതാവായി ആര് വന്നാലും ഉടൻ കൊല്ലും എന്നാണ് നെതന്യാഹു വെല്ലുവിളിച്ചത് അന്ന്. എന്നാൽ കൊല്ലാൻ പോയിട്ട് ആളെപ്പോലും കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഇസ്രായേലും US അവരുടെ ഏജൻസികളും. ഏറ്റവും ഒടുവിൽ മൊജ്തബ ഖൊമേനി ജീവിച്ചിരിപ്പുണ്ട് എന്ന സ്ഥിരീകരണം മൊസാദും CIA നടത്തിക്കഴിഞ്ഞു. അധികാരമേറ്റ് 3 ആഴ്ചയോളമായിട്ടും മൊജ്തബയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒരൊറ്റ വെടിക്ക് ഇറാനെ ഇല്ലാതാക്കാൻ പോയവർ അന്തവും കുന്തവും തിരിയാതെ ബോംബാക്രമണം നടത്തി ലോകത്തെ ആകെ കുഴപ്പത്തിലാക്കി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇറാൻ്റെ പരമോന്നത നേതാവിനെ പോലും, അതായത് കൊല്ലും എന്ന് പറഞ്ഞ ആളെ പോലും കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കുന്നത്. 1 മാസം പൂർത്തിയാവുകയാണ് ഇറാൻ യുദ്ധം. ലോകത്തെ ആകെ മുൾമുനയിൽ നിർത്തിയ ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും കുതന്ത്രത്തിൻ്റെ ഫലം. അതിനായി ഇറാൻ്റെ പരമോന്നത നേതാവിനെ അവർ വധിച്ചു. ഇനി ആരെങ്കിലും അതാകാൻ പോയാൽ അവരെയും കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെ ഇറാൻ സുരക്ഷാ മേധാവി അടക്കം ഉന്നത സ്ഥാനീയരെ കൊന്നു. ട്രംപിനെയും നെതന്യാഹുവിനെയും ഞെട്ടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞിട്ടും പുതിയ പരമോന്നത നേതാവിനെ ഇറാൻ നിയോഗിച്ചു കളഞ്ഞു, മുജ്തബ ഖൊമേനിയെ. കൊല്ലുമെന്ന വാക്ക് പാലിച്ചിരിക്കാം എന്നും മുജ്തബ ജീവിച്ചിരിപ്പില്ല എന്നുമൊക്കെയാണ് കേൾക്കുന്നത് എന്ന് വരെ ട്രംപ് തന്നെ നേരിട്ട് പ്രചരിപ്പിച്ചു. US ഏജൻസികളും മേധാവികളും അതത് വകുപ്പ് ഉദ്യോഗസ്ഥർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ജീവനോടെ ഇല്ലെന്ന് നെതന്യാഹുവും പറഞ്ഞു. എന്നാൽ ഏറ്റവും ഒടുവിൽ മുജ്തബ ഖൊമേനി ജീവനോടെ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച് ലോകത്തോട് തന്നെ വിളിച്ചു പറയേണ്ടി വന്നിരിക്കുകയാണ് ഇസ്രായേലിൻ്റെയും US ഏജൻസികൾക്ക്. മുജ്തബ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് US ഇസ്രായേലും ഇപ്പോൾ പറയുന്നത്. മാർച്ച് 9-നാണ് അയത്തുള്ള ഖൊമേനിയുടെ മകൻ മുജ്തബ ചുമതലയേറ്റത്, ഇറാൻ്റെ 3ാമത്തെ പരമോന്നത നേതാവ്. അതിനുശേഷം ഒരിക്കൽ പോലും മുജ്തബ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. 3 സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. ഏറ്റവും ഒടുവിൽ പേർഷ്യൻ പുതുവർഷമായ നൗറൂസിൽ ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്യാൻ പരമോന്നത നേതാവ് എത്തുമെന്ന് കരുതി CIA മൊസാദും കാത്തിരുന്നു. മറ്റു ലോകോത്തര ഇൻ്റലിജൻസ് ഏജൻസികളും മുജ്തബയുടെ വരവ് പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. അന്നും എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയാണ് എത്തിയത്. എന്നാൽ മുജ്തബ കൊല്ലപ്പെട്ട് കഴിഞ്ഞു, ഗുരുതര പരിക്കേറ്റ് കിടപ്പിലാണ്, കാലുപോയി, കൈ പോയി എന്നെല്ലാം ട്രംപ് തന്നെ പരസ്യമായി പറഞ്ഞ് നിരന്തരം ആക്ഷേപം തുടരുകയും ചെയ്തു. ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ദുരൂഹ വാർത്തകൾ US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ട്രംപിൻ്റെ കമൻറ്റുകളും. ഏറ്റവും ഒടുവിൽ മുജ്തബ ജീവനോടെ ഇരിപ്പുണ്ട് എന്ന് കണ്ടെത്തിയത് യുഎസിൻ്റെയും ഇസ്രായേലിൻ്റെയും ഇൻ്റലിജൻസുകൾ തന്നെയാണ്. US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് അനുസരിച്ച് മുജ്തബ ഇറാൻ്റെ പതിവ് കാര്യങ്ങളിൽ മുടക്കമില്ലാതെ ഇടപെടുന്നു. മുജ്തബയുമായി കൂടിക്കാഴ്ചകൾക്ക് ഇറാൻ ഉദ്യോഗസ്ഥർ സമയം തേടുന്നതടക്കമുള്ള വിവരങ്ങൾ ഇൻ്റലിജൻസിന് ലഭിച്ചു എന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. മുജ്തബ തന്നെയാണ് ഉത്തരവുകൾ നൽകുന്നത് എന്നതിന് തെളിവുകളുണ്ട് എന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ആക്സിയോസ് പറയുന്നു. പുതുവർഷത്തിൽ തൻ്റെ ചില ചിത്രങ്ങൾക്കൊപ്പം ഇറാൻ ജനതയ്ക്കായി ഒരു സന്ദേശം മുജ്തബ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അടുത്ത കാലത്തെടുത്ത ചിത്രങ്ങളാണോ ഇത് എന്ന് CIA പരിശോധിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങളാലാണ് പൊതു ഇടത്ത് മുജ്തബ വരാത്തത് എന്നാണ് നിഗമനം. മുജ്തബയെ കൊല്ലുമെന്ന നെതന്യാഹുവിൻ്റെ പരസ്യമായ പ്രഖ്യാപനം ഇതുവരെയുള്ള സംഭവവികാസങ്ങൾ ഇസ്രായേലിന് നാണക്കേടായി നിലനിർത്തുന്നു എന്നതാണ് ഈ വെളിപ്പെടുത്തൽ കൂടി ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാവുക. മുജ്തബയെ വധിക്കാനായി ആളെ കണ്ടെത്താൻ പരമാവധി ശ്രമിച്ചു വരികയാണ് എങ്കിലും നിലവിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് US-നും ഇസ്രായേലിനും അത് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ പൊതു ഇടത്ത് നിരന്തരം പ്രത്യക്ഷപ്പെട്ടാൽ അത് എളുപ്പത്തിൽ അവർക്ക് സാധിക്കുകയും ചെയ്യും. അതിനെ മറികടക്കാനാണ് മുജ്തബയുടെയും ഇറാൻ ഭരണകൂടത്തിൻ്റെയും തീരുമാനം. ഇസ്രായേലിൻ്റെ ആണവ നിലയത്തിലടക്കം ആക്രമണം നടത്തി ഞെട്ടിച്ച ഇറാൻ സംവിധാനമാകെ മുജ്തബയുടെ കാര്യത്തിൽ മൊസാദിനെയും CIAയും കബളിപ്പിച്ച് നിലകൊള്ളുന്നു എന്നത് ഇരു രാഷ്ട്രങ്ങൾക്കും നാണക്കേടാണ്. അതുകൊണ്ട് ഇൻ്റലിജൻസ് ഏജൻസികൾ പോലും ഈ ഒരു ഘട്ടത്തിൽ നാണം കെട്ട് നിൽക്കുമ്പോഴാണ് ട്രംപിൻ്റെ ചർച്ചയും തുടർ പ്രഖ്യാപനവും. അതിനിടെ ഹോർമുസിൽ ഒരു നിർണായക നീക്കം ഇറാൻ നടത്തിയെന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഹോർമുസിലെ കപ്പൽ ഗതാഗതത്തിന് ഇറാൻ വൻ തുക ഈടാക്കാൻ തീരുമാനിച്ചു എന്നതാണ്. ലണ്ടൻ ആസ്ഥാനമായുള്ള വാർത്താ ഏജൻസി ഇറാൻ ഇന്റർനാഷണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇറാൻ പാർലമെന്റിൽ ഹോർമുസിലൂടെ കടന്നുപോകാൻ നികുതി ഈടാക്കാനുള്ള നിയമം കൊണ്ടുവരുന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഒടുവിൽ ആഗോള ഇന്ധന വിതരണത്തിന്റെ നിർണായക പോയിന്റായ ഹോർമുസിലൂടെ കടന്നുപോകാൻ ഓരോ കപ്പലിനും $2 മില്യൺ വീതം നികുതി ഈടാക്കാനാണ് തീരുമാനം. അത് നടപ്പാക്കി തുടങ്ങി എന്നതാണ് റിപ്പോർട്ട്. ഏകദേശം 18.76 കോടി രൂപ ഓരോ കപ്പലിനും നൽകേണ്ടി വരും. ഓരോ ചരക്ക് കപ്പലിൽ നിന്നും ട്രാൻസിറ്റ് ഫീസായാണ് തുക ഈടാക്കുന്നത് എന്നതാണ് പ്രധാനം. എന്തായാലും ട്രംപിൻ്റെ വെടിനിർത്തൽ ലോകമാകെ ആശ്വാസം പകരുന്ന വേളയിൽ ഇത്തരം വാർത്തകളും ഒപ്പം വരുന്നുണ്ട്. എന്തായാലും ഈ ആക്രമണ പരമ്പരകളുടെ തുടർച്ചയായി, അല്ലെങ്കിൽ ഈ ഇറാൻ യുദ്ധത്തിൻ്റെ തുടർച്ചയായി ഇറാൻ സർക്കാരും ഭരണകൂടവും സാമ്പത്തികമായി അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അവർക്കതിനെ മറികടക്കാൻ ഇത്തരത്തിലുള്ള പല നടപടികൾ ഇനി സ്വീകരിക്കേണ്ടി വരികയും ചെയ്യും യുദ്ധാനന്തരവും. പക്ഷേ അതിനൊക്കെ ഉപരി ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ
പ്രഖ്യാപനം ആശ്വാസകരമാണ്. ലോകമാകെ ആശ്വസിക്കുന്ന ഒരു തീരുമാനമാണ്. ഇനി ഇറാന്റെ പ്രതികരണം കൂടി, നിലപാട് കൂടി ഉറ്റുനോക്കുകയാണ് ലോകം. ഇസ്രായേൽ തുരങ്കം വെക്കാതിരുന്നാൽ 1 മാസം നീണ്ട യുദ്ധഭീതിയിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാം. നല്ലത് സംഭവിക്കട്ടെ. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.